ഇപ്പം നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പം അടുത്ത സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത നേരിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കാണണം. എന്നെ നിങ്ങൾക്ക് കാണാമെങ്കിൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതിൽ അതിയായ വിഷമമുണ്ട്. ആ വിഷമമെല്ലാം തീർക്കാനായിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നേരിൽ നമുക്ക് കാണാം. ആ വിഷമം തീർത്ത് തരണം. നിങ്ങൾക്ക് എന്നെ കാണാമായിരിക്കും, പക്ഷേ ഇനി നിങ്ങളെ ആരെയും കാണാൻ പറ്റില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. നല്ല രീതി പഠിച്ച് ഓരോന്നോരോന്ന് പഠിച്ച് റെഡിയായിട്ട് പോകണം. ഒന്നും പെൻഡിങ്ങിനിടരുത്. പഠിക്കുന്ന കാര്യം ക്ലിയറായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആഴം നമ്മൾ വിചാരിച്ചാൽ തീരത്തില്ല. ആഴം ഇങ്ങനെ കിടക്കും. ഏത് ആഴത്തിൽ പോകാനും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, കേൾക്കുന്ന ക്ലാസ് വളരെ വളരെ തന്മയത്വമായി പറയത്തക്ക രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. കാരണം ഒരു പ്രാവശ്യമല്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യുക, പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അത് മനസ്സിലാകുന്നവരെ കണ്ടു നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ എഫക്റ്റ് മനസ്സിലാവും. ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഓക്കെ, എനിവേ ഞാൻ നീട്ടുന്നില്ല, നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തീർത്തത്, അതായത് ആറ്റം എന്ന് പറയുന്നത്, അതിനകത്ത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ബൈ ജെ തോംസൺ. ഇലക്ട്രോൺ ബൈ ജെ തോംസൺ, അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് പ്രോട്ടോൺ കണ്ടുപിടിച്ചു ബൈ ഗോൾഡ്സ്റ്റീൻ. പ്രോട്ടോണിനെ കണ്ടുപിടിച്ച് ഗോൾഡ്സ്റ്റീൻ. അതേപോലെ പിന്നെ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചു ബൈ ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ച? ചാഡ്വിക്ക് കണ്ടുപിടിച്ചു. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചപ്പോൾ ഉടനെ ജെ തോംസൺ ആറ്റം മോഡൽ, അതായത് ജെ തോംസൻ്റെ മോഡൽ, ആറ്റം മോഡൽ കണ്ടുപിടിച്ചു. ജെ തോംസൻ്റെ ആറ്റം മോഡൽ പറഞ്ഞ ഇതാണ്. എന്താ നിങ്ങൾക്കറിയാം? ആറ്റം മോഡൽ പറഞ്ഞത്, ആറ്റം മേ ബി കൺസിഡേർഡ് ആസ് എ സ്പിയർ. ഒരു പന്തിൻ്റെ ആകൃതിയിലാണ്, ഒരു ഉണ്ടയുടെ ആകൃതിയാണ്. ഒരു പന്താണ്, ഒരു ഉണ്ടയാണ് ആറ്റം എന്ന് പറയുന്നത്. അതിൽ all the positive charges are uniformly distributed. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പിയറാണ്. ആ സ്പിയറിലെ യൂണിഫോംലി പോസിറ്റീവ് ചാർജ് ഇങ്ങനെ യൂണിറ്റ് ഇതിങ്ങനെ ഇരിക്കുകയാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. ഉണ്ടോ ഇലക്ട്രോൺസ്, അതിനകത്ത് ഇലക്ട്രോൺസ് കിടക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉടനെ വാട്ടർമെലൻ, അതായത് തണ്ണിമത്തൻ, അതേപോലെ ഇരിക്കുന്ന തണ്ണിമത്തൻ മുറിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അതേപോലെ ഇരിക്കും. അതുകൊണ്ട് ഇതിനെ പേര് പറഞ്ഞു വാട്ടർ മെലൺ മോഡൽ എന്നും വിളിച്ചു പറഞ്ഞു. അതായത് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്ന് വിളിച്ചാണ് ആറ്റത്തിനെ ആദ്യമായിട്ട് ജെ തോംസൺ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും പറയാത്തത് കൊണ്ടാണ് അടുത്തത് വരുന്നത്. ജെ തോംസൺ കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് പിന്നെ റൂദർഫോർഡ് വരുന്നു. റൂദർഫോർഡ് വരികയാണ്. റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് കൊണ്ട് വരികയാണ്. അതിനകത്ത് കൺക്ലൂഷൻ പറയുന്ന ഒബ്സർവേഷൻ ഉണ്ട്. അയാൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ആൽഫ റേസ് ഇൻസിഡൻറ്റ് ഓൺ ഗോൾഡ് ഫോയിൽ, അല്ലേ? ഇൻസിഡൻറ്റ് ഓൺ ഗോൾഡ് ഫോയിലകത്ത് ഇരിക്കുമ്പോൾ അയാൾ 3 ഒബ്സർവേഷൻ കണ്ടുപിടിച്ച് ഇത്രയൊക്കെയാണ്: മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഉണ്ടോ? ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ മോസ്റ്റ് ഓഫ് ദി റേസ് ആർ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. നേരെ അങ്ങ് പോയി, നമ്മൾ നടക്കുന്നതുകൊണ്ട് നേരെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ വന്നത് സം ഓഫ് ദം ആർ ഡിഫ്ലക്ട് അറ്റ് വൈഡർ ആംഗിൾസ്, ഡിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഫ്യൂ ഓഫ് ദം ആർ ഡിഫ്ലക്റ്റഡ് ബാക്ക്വേഴ്സ്. ഇങ്ങനെ 3 ഒബ്സർവേഷനാണ്
ആര് കൊണ്ടുവന്നത്? റൂദർഫോർഡ് കൊണ്ടുവരുന്നത്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൺക്ലൂഷൻ ഒപ്പിച്ചു. എന്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ? എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ആറ്റം ഹാവിങ് എം ടി സ്പേസ്. ആറ്റത്തിനകത്ത് എം ടി സ്പേസ് ഉള്ളത് കൊണ്ടാണ്, ഒഴിഞ്ഞ സ്ഥലം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ പോയത്. 2, ഒരു ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റേസ് ആണ്. പോസിറ്റീവ് റേസ് ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തോ നടക്കൊരു വേറൊരു അതേ പോസിറ്റീവ് ചാർജ് കാണണം. അപ്പോൾ അയാൾ പറഞ്ഞ ഇതാണ്, എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഈസ് പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ബോഡി, സെൻറ്റർ ഓഫ് ദി ആറ്റം. ആറ്റത്തിന് നടുക്ക് ഒരു ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ടെന്ന് അയാൾ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്, അല്ല മറ്റൊന്നും കൊണ്ടും അല്ല. അതെ, നിങ്ങളും സംശയം തോന്നിക്കാണും. നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങളെന്നല്ല അഞ്ചും സംശയിക്കേണ്ട, ആഷിമിനും സംശയിക്കേണ്ട, ആരും സംശയിക്കേണ്ടാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റിയത്? അതായത് ആറ്റം ഹാവിങ് എം ടി സ്പേസ്, അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ ഇല്ലാത്തത്. പിന്നീട് ആറ്റത്തിനകത്ത് ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഉള്ളത് കൊണ്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്. പിന്നെ തിരിച്ചു വരാൻ കാര്യം എന്താ അറിയാമോ? ദ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഈസ് വെരി സ്മോൾ. അതുകൊണ്ടാണ് ദ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഈസ് വട്ട് ഈസ് വെരി സ്മോൾ. അതുകൊണ്ടാണ് അത് തിരിച്ചു വരുന്നത്. അങ്ങനെ 3 കൺക്ലൂഷൻ ഒപ്പിച്ച് റൂദർഫോർഡ് തൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് അവസാനിപ്പിച്ചു. വാട്ട് ആർ ദി ഒബ്സർവേഷൻസ്, വാട്ട് ആർ ദി കൺക്ലൂഷൻസ്? ഇനി റൂദർഫോർഡ് കഴിഞ്ഞിട്ട് ആ റൂദർഫോർഡിൻ്റെ ഒരു മോഡലുണ്ടാക്കി, ഇത് വെച്ചുകൊണ്ടൊരു മോഡലുണ്ടാക്കി. അതായത് അടുത്തത് പറയുന്നതാണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റം, റൂദർഫോർഡ് ആറ്റം മോഡൽ. അടുത്ത ഇതാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ. അത് പറഞ്ഞതാണ് ഇത്രയും കൺക്ലൂഷൻ വെച്ചുകൊണ്ട് പറഞ്ഞാണ് സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം ഹാവിങ് എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി കാൾഡ് ന്യൂക്ലിയസ്. അതിനെ ന്യൂക്ലിയസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിന് പ്രസൻറ്റില്ല, അകത്താണ്. പിന്നീട് പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതും പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയർ ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് സെൻട്രലിൽ ഒരു ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡിയുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ആ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയർ ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ അവസാനിപ്പിച്ചു. അപ്പോൾ ആണ് നമ്മുടെ നീൽസ് ബോർ വരുന്നത്. അതല്ല, ഇതിന് ഡിഫക്റ്റുകളുണ്ട്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് കുറേ ഡ്രാബാക്സ് ഉണ്ട്, കുറേ പോരായ്മകളുണ്ട്, കുറേ ഡിഫക്റ്റുകളുണ്ട് എന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റൂദർഫോർഡ് ബോറിൻ്റെ അടുത്ത് വെച്ച് എന്തൊക്കെയാണ് അതിനകത്ത് ഡിഫക്റ്റ്, താങ്കളൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബോർ പറഞ്ഞ ഇതാണ്, ഒന്ന്, തൻ്റെ മോഡൽ വെച്ചുകൊണ്ട് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. യുവർ ആറ്റം മോഡൽ സ്റ്റെബിലിറ്റി കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. ഒന്ന്, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ഒന്നതാണ്. അതിൻ്റെ കാരണം ചോദിച്ചു പറഞ്ഞ ഇതാണ്, ഇയാൾ പറഞ്ഞു ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിലുണ്ട്, ഇലക്ട്രോൺ കിടന്ന് കറങ്ങുമെന്ന്. ഇലക്ട്രോൺ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ ചാർജ് പാർട്ടിക്കിളാണ്. വെന്നെവർ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇറ്റ് ലൂസസ് എനർജി കുറയുമ്പോൾ അടുത്ത അതിലേ പോകത്തില്ല, അടുത്തതിലാണ് ഇതിലേ പോകാനുണ്ടോ. ആണിങ്ങനെ കറങ്ങി അവസാനം എന്ത് വന്ന് വീഴാം? ആ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് വീഴാം. ദിസ് വുഡ് നോട്ട് ഹാപ്പൻ. ഇത് സംഭവിക്കില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ തൻ്റെ മോഡൽ അനുസരിച്ച് ഇതിങ്ങനെ സംഭവിക്കും.
അയാൾ തലയാട്ടി, ശരിയാണ്. റൂദർഫോർഡ് പറഞ്ഞു, ബോറിൻ്റെ അടുത്ത് പറഞ്ഞു, എടേ ബോറേ, താങ്കൾ പറഞ്ഞ് ശരിയാണ്, ആ പറഞ്ഞ് തെറ്റാണ്, ശരിയാണ്. അപ്പം ഒന്ന് പറഞ്ഞ് സമർത്ഥിച്ചു, സ്റ്റെബിലിറ്റി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ, ഒന്നത്. രണ്ട്, അറ്റോമിക് സ്പെക്ട്രം, എങ്ങനെയാണ് അറ്റോമിക് സ്പെക്ട്രം ഉണ്ടാകുന്നത്, അതായത് കളർ ഉണ്ടാകുന്നത്, മെറ്റൽസിന് എലമെൻസിന് കളർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അറ്റോമിക് സ്പെക്ട്രം ഇത് വെച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂടെ കളർ ഉണ്ടാകുന്നത്? കളറിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഡിഫക്റ്റുകളാണ് ബോറ് ചൂണ്ടിക്കാണിച്ചത്. ഉടനെ നമുക്ക് വിളിക്കാം, വാട്ട് ആർ ദി ഡിഫക്ട്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റം. ഒന്ന്, he could not explain the stability of the atom. He could not explain the stability of the atom. രണ്ട്, he could not explain the formation of atomic spectra. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സ്റ്റെബിലിറ്റി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ, ഫോർമേഷൻ അറ്റോമിക് സ്പെക്ട്ര, ഇത്രയും എഴുതിയാൽ മതി. അല്ല ഒരുപാടൊന്നും വാരി വലിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾ എഴുതണ്ട. സ്റ്റെബിലിറ്റി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ എഴുതിക്കൂടെ? സ്റ്റെബിലിറ്റി അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ട്, ഫോർമേഷൻ അറ്റോമിക് സ്പെക്ട്രം ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഡിഫക്റ്റുകളിൽ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അങ്ങനെ ആ ഡിഫാക്റ്റും തീർന്നു. അങ്ങനെയാണ് പിന്നെ ബോർ വരുന്നത്. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞു, എന്നാൽ ഇയാൾക്കുള്ള മോഡലൊന്ന് കാണിച്ചേ എങ്ങനെയാണെന്ന്. അയാൾ പറഞ്ഞത് ബാക്കിയെല്ലാം ശരി തന്നെ, ബാക്കിയെല്ലാം ശരി തന്നെ. അപ്പം ഇയാൾ ആ മോഡൽ പറയുന്ന ഇതാണ്. ഇതെല്ലാം എങ്ങനെയാണ് പറയുന്നറിയാൻ, ഇയാൾ പറഞ്ഞ കാര്യം ശരി തന്നെ. ഒന്ന്, സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം ഹാവിങ് എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി കാൾഡ് ന്യൂക്ലിയസ്. ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി കാൾഡ് വാട്ട്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ റിസൈഡ് ഇൻ ദ ന്യൂക്ലിയസ്. അതും ശരിയാണ്. ബോർ പറഞ്ഞ മോഡലാണ്, അത് ശരിയാണ്. പിന്നീട് ഇലക്ട്രോണിൻ്റെ കാര്യമാണ് തെറ്റ്. ഇലക്ട്രോൺ, ഇയാൾ പറഞ്ഞ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് എന്നല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്. ഒരു പർട്ടിക്കുലർ പാത്തുണ്ട്. ട്രെയിൻ പാളം പോലെ ഒരു പാത്തുണ്ട്. അല്ല എങ്ങനെയെങ്കിലും അല്ല, റോഡ് പോലല്ല. റോഡ് എതിലേ വേണമെങ്കിലും പോവാം. ഇപ്പം ബസ് ഓടുന്ന റോഡെന്ന് പറയുന്നത് എതിലെ എവിടെയെങ്കിലും പോവാം. ട്രെയിൻ പാളം അങ്ങനല്ല. പാളം ഒരു സ്പെസിഫൈഡ് പാത്തുണ്ട്. ആ പാത്തിൽ കൂടെ മൂവ് ചെയ്യാനൊക്കെ ഉള്ളുണ്ടോ, വേറെ എങ്ങും മൂവ് ചെയ്യാനൊക്കെ ഒത്തില്ല. പാത്തിൽ കൂടെ മാത്രമേ മൂവ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇയാൾ പറഞ്ഞതല്ല ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ്. ഇപ്പം ഇങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നുണ്ടോ. അതുപോലെ അടുത്ത് ആണ് ഇലക്ട്രോൺ ഇങ്ങനെ പർട്ടിക്കുലർ ആണ്. ഇതിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യണം, ഇതിലേ അല്ല വേറെ പറ്റത്തില്ല. കണ്ടോ, ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത് കാൾഡ് ഓർബിറ്റ് എന്ന് പറയും. ഇപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഓർബിറ്റ് എന്ന് ചോദിച്ചാൽ പറയണം, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത് കാൾഡ് വാട്ട്? ഓർബിറ്റ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത് കാൾഡ് വാട്ട്? ഓർബിറ്റ്. ഓർബിറ്റാണ്. ആ ഓർബിറ്റിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഓർബിറ്റ്. ഒരു പർട്ടിക്കുലർ ഓർബിറ്റാണ്. ഇതിലേ തന്നെ കറങ്ങാവൂ, അല്ല ഇതിലേ കറങ്ങരുത്, ഇതിലേ തന്നെ കറങ്ങാവൂ. കണ്ട് ഇതിലേ കറങ്ങണം, ഇതിലേ കറങ്ങണം, ഇതിലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഒരു പർട്ടിക്കുലർ പാത്ത്. അയാളെന്നെ വിളിച്ചു വന്നു, ഇതിനെ വിളിച്ച് കെ ഷെല്ലെന്നും KLMN ഷെല്ലെന്ന് വിളിച്ചു വന്നുകൊണ്ട് ഓരോന്നിനും ഇങ്ങനെ ഷെല്ലെന്ന് വിളിച്ചു വന്നുണ്ടോ. അപ്പം രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ആറ്റം ഹാവിങ് എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി present at the nucleus, present at the center called what? Nucleus. പിടി കിട്ടിയോ മലയാളം മീഡിയംകാർക്ക്? ന്യൂക്ലിയസിലെ സെൻറ്ററിൽ, നമ്മുടെ ഹൃദയം പോലെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ട്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു വന്നു. ന്യൂക്ലിയസ്, അതെ, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു വന്നു. രണ്ട്, പിന്നെന്താ പറഞ്ഞറിയോ? ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ റിസൈഡ് ഇൻ ദ ന്യൂക്ലിയസ്. അതും മറ്റേയാൾ പറഞ്ഞതുപോലെ തന്നെ, ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇനിയാണ് ഒരു വ്യത്യാസം. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത് കാൾഡ് വാട്ട്? ഓർബിറ്റ്. ഓർബിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഓർബിറ്റ് എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞപ്പോൾ ആരോ ഒരാൾ അവിടെ നിന്ന് പറയുന്ന കേട്ടു, സാർ എന്താണ് സാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ? അപ്പം ഇതിനകത്ത് ഏലില്ല, ഇതിനകത്ത് ഏലുണ്ട് എന്നല്ല പറയേണ്ടത്. ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താ? എയർ, യു നോ ദാറ്റ് എയറും എയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞ പോലെ കണ്ടോ? നമ്മൾ വ്യത്യാസം അറിയാലോ നിങ്ങൾക്ക്, എയറും എയേഴ്സും. എയർ എന്ന് പറയുമ്പോൾ യാസീൻ പറയും യാസീൻ എയറിൽ കൂടെ നടക്കുന്നു. അതേസമയം ദേവിയയ്ക്ക് ഭയങ്കര ഏഴ്സാണ്. എന്തു തന്നെ മീനിങ് വ്യത്യാസം എന്താ അറിയോ? എയറും ഏഴ്സും. യാസീൻ എയറിൽ കൂടെ നടക്കുന്നു, ഓർബിറ്റിയുടെ എയറിൽ കൂടെ നടക്കുന്നു. അത് ദേവിയ ഏഴ്സ്, ഭയങ്കര ഏഴ്സാണ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വായു കൂടെ നടക്കുന്നു, വായു. ഏഴ്സ് എന്ന് പറഞ്ഞാൽ വായുകളെന്നല്ല മീനിങ്. ഏഴ്സ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം. ദേവിയയ്ക്ക് ഭയങ്കര പൊങ്ങച്ചം, അറിയാലോ പൊങ്ങച്ചം, ഭയങ്കര പൊങ്ങച്ചമാണ്. ദേവി എന്നെ ഇപ്പം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇല്ല ദേവിയെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഭയങ്കര പൊങ്ങച്ചമായിരിക്കും. അതാണ് പൊങ്ങച്ചം. ഇത് അതേ വ്യത്യാസമുണ്ട്. ഇത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഓർബിറ്റ് ഒരു പാത്താണ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു പാത്താണ് വാട്ട് ഈസ് കാൾഡ് ഓർബിറ്റ്. ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ കണ്ടോ, ഈ ഏരിയ, ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഈ ഏരിയ ഇൻ വിച്ച് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, ഇലക്ട്രോണെ കാണാൻ സാധ്യതയുള്ള ഏരിയ, അതാണ് ഓർബിറ്റൽ. പാത്തല്ല, ഏരിയ, റീജിയനാണ്. വ്യത്യാസം മനസ്സിലാക്കണം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ? മോനെ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത്ത്. അതെ അച്ചു, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത്ത്, അതാണ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ആ ഏരിയ ഇൻ വെച്ച്, അത്രയും ഏരിയ ആണ്. ഇപ്പോൾ വീടിന് ചുറ്റുമുള്ള മിറ്റമില്ലേ, ആ ഏരിയ, അതാണ് വാട്ട് ഈസ് കാൾഡ് ഓർബിറ്റൽ. ഒരു പർട്ടിക്കുലർ പാത്തില്ലേ, ആ പാത്താണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റും ഓർബിറ്റലും. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ദി ഇലക്ട്രോൺ അറൗണ്ട് ദി ന്യൂക്ലിയസ്. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഏരിയ ഇൻ വിച്ച് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, ദ ഏരിയ ഇൻ വിച്ച് ദ മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, ഇലക്ട്രോണെ കാണാൻ സാധ്യതയുള്ള ഏരിയ, അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഓർബിറ്റൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചെറിയ, നിങ്ങൾ എപ്പോഴും കണ്ടണം, ട്രെയിൻ പാടത്തിൽ കൂടെ പോകുന്നു, ആ പാളമാണ് ഓർബിറ്റ്. ഇനി ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായി, ട്രെയിൻ മറിഞ്ഞ് തോട്ടിലോട്ടോ അല്ലെങ്കിൽ ഭാഗത്തോട്ടോ വീഴുന്നു, കണ്ടോ? അപ്പോൾ ആൾക്കാർ നോക്കുന്നു, ട്രെയിനെ കാണുന്നില്ല. അപ്പം താട്ടെ ഒരു വലിയ കനാലിനകത്ത് വീണ് മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവിടെ കാണാൻ സാധ്യതയുണ്ട്, ആ ഏരിയയിൽ കാണാൻ സാധ്യതയുണ്ട് ആ ട്രെയിൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതാണ്, ആ ഏരിയയാണ് വാട്ട് ഈസ് കാൾഡ് പ്രോബിലിറ്റി, കാണാൻ സാധ്യതയുണ്ട്, അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഓർബിറ്റൽ. ഇപ്പോൾ വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിൽ രാവിലെ മോളെ കാണുന്നില്ല. അപ്പോൾ മോളെ കാണാം, മോളെ ഇവിടെ ഓടിച്ചോടിപ്പോയി. അപ്പോൾ ഉടനെ അമ്മ പറയും, ചേട്ടാ അതിന്നിടത്ത് കാണാൻ സാധ്യതയുണ്ട്, അവിടെ ചെന്ന് അന്വേഷിച്ചാൽ കാണാൻ സാധ്യതയുണ്ട്. ആ അപ്പു ഉണ്ടല്ലോ, അപ്പു, അവനെ എനിക്ക് സംശയം, അവൻ അവിടെ ചെന്നാൽ, അവൻ്റെ വീട്ടിൽ ചെന്നാൽ കാണാൻ സാധ്യതയുണ്ട്. ആ ഏരിയയാണ് വാട്ട് ഈസ് കാൾഡ് ഓർബിറ്റൽ. ഞാൻ പറഞ്ഞുകൂടി കിട്ടിയോ? ആ ഏരിയയാണ് ഓർബിറ്റൽ. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോന്നു, കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കാൻ പോന്നു, എവിടെ കിട്ടും? അവിടെ ആ ഏരിയ, അവിടെ ഉള്ള സ്ഥലത്ത് പോയാൽ, ആ നെടുമങ്ങാട് ആ ചന്തയുടെ തൊട്ടിപ്പുറത്ത് പോയാൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടും. ആ ഏരിയയാണ് വാട്ട് ഈസ് കാൾഡ് ഓർബിറ്റൽ. നമ്മൾ പോകുന്ന ആ സ്പെസിഫൈഡ് പാത്താണ് വാട്ട് ഈസ് കാൾഡ് ഓർബിറ്റ്. ഗോട്ട് ദ പോയിന്റ്? ഓർബിറ്റും ഓർബിറ്റലും. എന്താ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. പാത്ത് ഓഫ് ദ electron around the nucleus, that is called what? Orbit. Orbitalo, the area in which the probability, maximum probability of finding electron, the area in which the maximum probability of finding electron, the area in which the maximum probability of finding electron, that is what is called what? Orbital.
മനസ്സിലാക്കണം. ഓർബിറ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓർബിറ്റിൽ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ആവശ്യമുണ്ട് നമുക്കത്. യെസ്, ഞാൻ വീണ്ടും ബോറിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്. പിന്നീട് പറഞ്ഞത് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയൈ ആർ ഹെൽഡ് ബൈ പവർഫുൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇങ്ങനെയാണത് കറങ്ങുന്നതുകൊണ്ടേ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവണം. ഇത് തമ്മിൽ ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് വീണു പോകും. നമ്മൾ തന്നെ വീടിൻ്റെ മുകളിൽ ആ ടെറസിൻ്റെ മേളിലത്തെ ഇതുണ്ടല്ലോ പാരപ്പറ്റ്, അതിന് മുകളിൽ കൂടെ നടന്നു നോക്കി വെറുതെ നടക്കാനൊക്കെ പോകും. നടക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നാൽ നടക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നടന്ന് വീട് പോകും. അപ്പോൾ ദാറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ദി ഇലക്ട്രോൺ. ഇത്രയാണ് ബോർ മോഡലിൽ പറയുന്നത്. ആ ബോർ മോഡൽ എന്തൊക്കെ, ഒരു 4 എണ്ണം പറയാൻ പറ്റുമോ? എന്തൊക്കെ? 1, സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം കണ്ടെയ്ൻ എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി കാൾഡ് ന്യൂക്ലിയസ്. 2, ന്യൂക്ലിയസ് കണ്ടെയ്ൻ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. 3, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്. 4, ഇലക്ട്രോൺ സ്പെസിഫൈഡ് പാത്ത് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയർ ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അവിടുന്ന് അയനെ ചോദിക്കുക, സാർ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു, ശരിയാ, പാർട്ട് ആണ്, അപ്പം ഇത് ഉണ്ടാവത്തില്ല, ഇങ്ങനെ വീണ് പോകത്തില്ല. സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് പർട്ടിക്കുലർ പാർട്ടിക്കിൾ കറങ്ങുകയാണെങ്കിൽ ഇവിടെ തന്നെ കറങ്ങത്തുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ അറ്റോമിക് സ്പെക്ട്രം എങ്ങനെ ഉണ്ടാക്കുന്നതിനകത്ത് നേരത്തെ പറഞ്ഞു അറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. ഇവിടെ എങ്ങനെ അറ്റോമിക് സ്പെക്ട്രം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു? പറഞ്ഞുതരാം. അതിനേക്ക് പറഞ്ഞുതരാൻ പോവാണ്, ശ്രദ്ധിക്കുക. എന്താ അതിനെ ചോദിച്ചതാണ് ഈ സ്റ്റെബിലിറ്റി. ഓക്കെ, ഈ പറഞ്ഞ സാറ് പറഞ്ഞ അല്ലെങ്കിൽ ബോർ പറഞ്ഞ അല്ലെങ്കിൽ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ ഒരു സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. 2, മറ്റൊന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുക. എന്താ ഈ അറ്റോമിക് സ്പെക്ട്രം എങ്ങനെ ഉണ്ടാകുന്നത്? അതിന് ഇയാൾ പറഞ്ഞതാണ് ഇലക്ട്രോൺ ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. നോക്കി അതിനെ കണ്ടോ, ലൈൻസ് കണ്ടോ? ഇലക്ട്രോൺ ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ കണ്ടോ? ഇങ്ങനെ ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്താൽ ഈ ഇലക്ട്രോൺ ഇവിടെ കിടക്കാം, അല്ല ഇതിങ്ങനെ മാറാനൊക്കത്തില്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ മാറി പോവാം. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇലക്ട്രോൺ ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. As a result, number of lines are obtained. Thus, he can explain what? The formation of atomic spectra. Okay. ആരെങ്കിലും സംശയം തീർന്നു? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് ബോർ തൻ്റെ മോഡൽ അവസാനിപ്പിക്കുന്നത്. മോഡൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യെസ്, പിന്നെ വേറെ പറയാം. അംഗുലാർ മൊമെൻ്റ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് NH by 2π. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h by 2π. അതായത് 1h by 2π, 2h by 2π, NH by 2π. MVR is equal to NH. M into MVR is equal to NH by 2π. MV എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, റേഡിയസ് അംഗുലാർ മൊമെൻറ്റം. അംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h by 2π എന്ന് വേണമെങ്കിലും നമുക്കതിനകത്ത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് ബോർ മോഡൽ ഓഫ് ദി ആറ്റം. ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ഇത്രയും ക്ലിയർ ആയെന്ന് പറഞ്ഞു നോക്കി. ബോർ മോഡൽ ഓഫ് ദി ആറ്റം എന്ന് പറഞ്ഞു നോക്കി.
പറഞ്ഞു നോക്കിയോ? അങ്ങനെയാണെങ്കിൽ ബോറിന് 1-2 ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന്, അറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷെ കുഴപ്പമെന്തോ അറിയാമോ? ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ അറ്റോമിക് സ്പെക്ട്രം ഇൻ ദ കേസ് ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. ഒന്നിലധികം, ഇപ്പോൾ ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. HEക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു, 2 ഇലക്ട്രോൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ HE+ പറ്റും. അതാണ് രണ്ടും 1 ഇലക്ട്രോൺ പോയി, 1 ഇലക്ട്രോൺ. ലിഥിയം പറ്റത്തില്ല, ലിഥിയം 2+ പറ്റും. ആണ്ട 2 ഇലക്ട്രോൺ പോയി, 1 ഇലക്ട്രോൺ. ബെർലിയം 3+ പറ്റും. എന്ന് പറഞ്ഞാൽ ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഇൻ ദ കേസ് ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ കേസിൽ ഇയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടാവസ്ഥ നിങ്ങളെ അറിയിക്കുകയാണ്. ആറ്റം he could explain the formation line spectrum, atom spectrum. Atom spectrum explain ചെയ്യാൻ കഴിഞ്ഞു. But remember that only for 1 electron. 1 ഇലക്ട്രോണിൽ കൂടുതൽ വന്നാൽ പറ്റൂല. ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ, കേന്ദ്ര സർക്കാർ തന്നെ ഒരു നിയമമുണ്ട്. ഒരു പെൺകുട്ടി മാത്രമുള്ളവർക്ക് പ്രത്യേക ഒരു കൺസെഷനുണ്ട്. ഒന്നിലധികം പറ്റത്തില്ല. ഒരു പെൺകുട്ടി മാത്രം ഉണ്ടെങ്കിൽ CBSEക്കൊക്കെ സ്കൂളിലൊക്കെ ഭയങ്കര ഇതാണ്, ഒരുപാട് വെയിറ്റേജാണ്. ഇങ്ങോട്ടൊക്കെ അതുകൊണ്ട് പൈസ കിട്ടും നമുക്ക്. അത് നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പറയണ്ട. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒന്നിലധികം ആയിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. 2 പെൺകുട്ടികളുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ, ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കണം. പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന്, നേരത്തെ ഉള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞോണം, 1 ഇലക്ട്രോൺ ആണെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഒന്നിലധികം വന്നാൽ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദ അറ്റോമിക് സ്പെക്ട്രം ഈസ് ഫോംഡ്. ഒന്നിലധികം ആറ്റം വന്നാൽ പറ്റത്തില്ല, അതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റൂല, അതാണ് ഒരു കേസ്. H പറ്റും, HE+ പറ്റും, Li2+ പറ്റും, Be2+3+ ഒക്കെ പറ്റും. പക്ഷേ HE എന്ന് പറഞ്ഞ ആറ്റത്തിന് പറ്റത്തില്ല, Li+ മാത്രം പറ്റത്തില്ല. 2 ഇലക്ട്രോൺ വേണ്ട, 2 ഇലക്ട്രോൺ പോകണം, 1 ഇലക്ട്രോണുള്ള മാറ്റം. പിന്നെ മറ്റൊന്ന്, ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് സീമൻ ഇഫക്റ്റ്. സീമൻ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സ്റ്റാർക്ക് ഇഫക്റ്റ്. എന്താ സീമൻ ഇഫക്റ്റ്? സീമൻ, അതായത് ഇപ്പോൾ ഒരു ലൈൻ, ഇപ്പം രാജീവിനെ നോക്കുന്നു. രാജീവിനെ നല്ല കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ കുറച്ച് വിസ്കിയും ബ്രാൻഡിയൊക്കെ അടിച്ചിട്ടൊന്നോ രാജീവിനെ നോക്കി ഒരുപാട് രാജീവ് നിൽക്കുന്ന കാണാം. സംശയം ഉണ്ടോ നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്യണ്ട, അനുകരിക്കേണ്ട, ഈ പറയുന്നൊന്നും അനുകരിച്ച് കളയരുത്. രാജീവ് ഒന്നടിച്ച് നോക്കി, ഒരു കുപ്പി വിസ്കി അടിച്ച് നോക്കിയാൽ രാജീവിനെ നോക്കുമ്പോൾ ഒരു 7-8 രാജീവ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാം. അത് പ്രീത അതുപോലെ തന്നെ നിരന്നിങ്ങനെ നിൽക്കുന്ന കാണാം. എന്താ കാര്യം എന്നറിയാമോ? അത് ഒരെണ്ണം സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാടെണ്ണമായി മാറ്റുമാറുണ്ട്, ഒരുപാട് ലൈൻസായിട്ട് തോന്നും. ദാറ്റ് ഈസ് കാൾഡ് സീമൻ ഇഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കാൾഡ് വാട്ട്? സീമൻ ഇഫക്റ്റ്. അത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വാട്ട് ഈസ് കാൾഡ് വാട്ട്? സ്റ്റാർക്ക് ഇഫക്റ്റ്. വാട്ട് ഇസ് ഇൻ ബൈ സീമൻ ഇഫക്റ്റും വാട്ട് ഇസ് ഇൻ ബൈ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. സീമൻ ഇഫക്റ്റ് എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് a line into several line. A line into several line by applying magnetic field is called Siemann effect. By applying electric field is called what? Stark effect. Magnetic ആണ്, തിരിച്ചു പോകരുത്. മാഗ്നറ്റിക് ആണ് സീമൻ. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് കാൾഡ് സീമൻ ഇഫക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് കാൾഡ് വാട്ട്? സ്റ്റാർക്ക് ഇഫക്റ്റ്. കിട്ടി. അപ്പോൾ സ്റ്റാർക്ക് ഇഫക്റ്റും സീമൻ ഇഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അതേപോലെ ഇയാൾക്ക് ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് എന്ന് പറയുന്നത്
അത് കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു സാധനങ്ങളുണ്ട്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഇത്രയും ഒരു 3-4 എണ്ണമെങ്കിലും നിങ്ങൾ ബോറിൻ്റെ ഡിഫക്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ ഒരു 3-4 എണ്ണം. 1 more than 1 electron he could not explain, Zeeman effect he could not explain, Stark effect he could not explain, de Broglie concept he could not explain. അതാണ് ബോർ മോഡലിൽ നമ്മൾ പഠിച്ചത്. ശരി, പിന്നീട് ഇത് കഴിഞ്ഞാണ് E/M റേഷ്യോ കൊണ്ടുവരുന്നത്. പഠിച്ചു, നിങ്ങൾ E/M റേഷ്യോ പഠിച്ചല്ലോ. അതായത് ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഇതാ ഒരു ഡിസ്ചാർജ് ട്യൂബാണ്. ആ ഡിസ്ചാർജ് ട്യൂബിൽ കാഥോഡുണ്ട്, ആനോഡുണ്ട്, കാഥോഡ്, ആനോഡ്. ഇത് കാഥോഡും ഇത് ആനോഡും. ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ഇരിക്കുകയാണ്. എബൌട്ട് 10,000 ഡോട്ട് അപ്ലൈ ഇരിക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് കാഥോഡ് റേസ് ഉണ്ടാകുന്നു. ആ റേസ് ഈ ആനോഡിൽ കൂടെ പുറത്ത് ചാടി ഒരു സ്ക്രീനിൽ ചെന്നിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്താ ഉണ്ടാക്കിയത്? പഴയ ടി വിയിൽ പിക്ചർ ട്യൂബ് ഉണ്ടാക്കിയത്. എയിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. എയിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്താണ്ടോ, ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ബിയിലെത്തി. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അതങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. ആ സിയിലെത്തിയാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് വീഴുന്നതിന് പകരം ബിയിലും സിയിലും ചെന്ന് വീണു, കണ്ടോ? എന്നിട്ട് ബൈ അപ്ലൈയിങ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡും സ്ട്രെങ്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ബി എയും സി എയും എവിടെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു? എയിൽ വന്ന് പിടിപ്പിച്ചിട്ടു. ബി ആൻഡ് സി കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദ പോയിന്റ് എയിൽ വന്ന് പിടിച്ചിട്ടു. ബിയും സിയും എയിൽ വന്ന് പിടിച്ചു. അങ്ങനെ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തു ദി ചാർജ് ഓഫ് ദി E/M റേഷ്യോ ഓഫ് ആൻ ഇലക്ട്രോൺ. ദാറ്റ് ഇസ് അബൌട്ട് E/M റേഷ്യോ. അതും കണ്ടുപിടിച്ചു. അവിടെ തീർന്നു E/M റേഷ്യോ. പിന്നീട് പിന്നെ നമ്മൾ പഠിച്ചത് പല ടൈപ്പിലുള്ള ലൈൻസാണ് പഠിച്ചത്. ദി ഫോർമേഷൻ ലൈൻസ് പഠിച്ചു. ഫോർമേഷൻ ഓഫ് ലൈൻസ്, അതായത് n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5, n is equal to 6. ഇത് KLMN ഷെല്ലിന് പകരം 1 നമ്പർ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇലക്ട്രോൺ ജമ്പ് ലോവർ റേഞ്ച് ലെവലിൽ വന്ന് വീഴുന്നതെല്ലാം ഹൈ ലെവലിൽ നിന്ന് ലോവർ റേഞ്ച് ആണോ. ദിസ് കോൺസെപ്റ്റ് വാട്ട് ഈസ് കാൾഡ് ലൈമൺ സീരീസ്. ഇതിനെ വിളിച്ച് പറഞ്ഞു വാട്ട് ഈസ് കാൾഡ് വാട്ട്? ലൈമൺ സീരീസിനെ വിളിച്ച് വന്നു. അതിൽ ഈ വാല്യൂ ആണ് N1 = 1 എന്നും, N2 എന്ന് പറയുന്ന വാല്യൂ 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ഉണ്ട്. അതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, N2ൻ്റെ വാല്യൂ ഇതാണ്. തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇതാണ്. N2 = 4. N1 എപ്പോഴും 1 ലൈമൺ. ഇനി അടുത്ത ലൈമൺ ബാൾമർ സീരീസ് ഒന്ന് വീടുന്ന 2-1. N1 = അവിടെ എത്രയെന്ന് ചോദിച്ചാൽ ഇത് ബാൾമർ സീരീസ് എന്ന് പറയും. ഇവിടെ N1 എന്ന് പറയുന്നത് 2 ആണ്. N2 എന്ന് പറയുന്നത് എത്രയൊക്കെ വരാം? 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അതിൽ ഫസ്റ്റ് ലൈൻ ഇതാണ്, സെക്കൻഡ് ലൈൻ്റെ വാല്യൂ ഇതാണ്, തേർഡ് ലൈൻ്റെ വാല്യൂ ഇതാണ്. ലൈമൺ ബാൾമർ പാസ്റ്റൺ സീരീസ് എല്ലാം ഒന്ന് 3-ൽ ഒന്ന് വീടാണ്. നോക്കി. അപ്പോൾ N1 = 3, N2 = 4, 5, 6. ഇതിനെ പറയുന്നവരാണ് ലൈമൺ ബാൾമർ പാസ്റ്റൺ, PASCHEN പാസ്റ്റൺ സീരീസ്.
പിന്നീട് അടുത്ത ഇവിടെ വന്ന് വീഴുന്നു. വേണ്ടോ? ലൈമൺ ബാൾമർ പാസ്റ്റൺ ബ്രാക്കറ്റ് സീരീസ്, ബ്രാക്കറ്റ് BRACKET ബ്രാക്കറ്റ്. അതിന് N1 എന്ന് പറയുന്നത് 4 N2 എന്ന് പറഞ്ഞാൽ 5, 6. ഇനി അടുത്ത ലാസ്റ്റ് ലൈനാണിത്, ഫണ്ട് PFUND. അവിടെ N1 എന്ന് പറയുന്നത് 5, N2 എന്ന് പറയുന്നത് 6. ഇങ്ങനെ വരാം നമുക്ക്. അപ്പോൾ 6 നിന്ന് വീണ്ടും ലൈൻ വന്നു കഴിഞ്ഞാൽ എത്ര ലൈൻസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ലൈമൺ സീരീസ് 1, 2, 3, 4, 5 സീരീസ് ലൈൻസ് ഉണ്ടാവും. പക്ഷെ ലൈൻ എത്രയാണെന്ന് വെച്ചാൽ 5, 4, 9, 3, 12, 14, 15 ലൈൻ കിട്ടും. അങ്ങനെ 7 നിന്ന് കണ്ടുപിടിക്കാം, 8 നിന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഇതാണ്, N × N-1/2. ഈ ഫോമുല വെച്ച് കണ്ടുപിടിക്കാം. ഉദാഹരണമായിട്ട് 6 എന്നാണെന്ന് വെച്ചോ, 6 N = 6. 6 നോക്കാം, വരുമെന്ന് 15 വരുമെന്ന് നോക്കാം. 6 × 6 - 1 5, 5/2, 32 15 വന്നു. കണ്ടോ? കണ്ടില്ലേ? 7 ആണെങ്കിലോ 7 × 6/2, 7, 6, 42, 21 ലൈൻസ് കാണും. സംശയം ഉണ്ടെങ്കിൽ വരച്ച് നോക്കാം. വേണമെന്ന് വരച്ചാൽ വേണമെങ്കിൽ കാണും. ഒന്നുകൂടെ വരും, ഒന്നുകൂടെ കൂടി 16 17 18 19 20 ആണോ? കറക്റ്റ് വന്നുണ്ടോ? 21. ഇതിൽ വരച്ച് നോക്കാതാണ് ഈ ഫോമുല വെച്ച് കണ്ടുപിടിക്കാം. N × N-1/2 നമ്പർ ഓഫ് ലൈൻസ്. ലൈമൺ ഇത് പറഞ്ഞു, ഇത് വിസിബിൾ റീജിയൻ ഇത് മാത്രമേ ഉള്ളൂ, ഇത് അൾട്രാ വയലറ്റും ഇത് 3 ഇൻഫ്രാറെഡിലുമാണെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈൻ്റെയും നമുക്ക് വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ സഹായിക്കും. ഉപയോഗിക്കാനുള്ള ഫോമുല ഇതാണ്, ന്യൂ ബാർ വേവ് നമ്പർ = 1/λ × 1/λ = R × 1/N1² - 1/N2². ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6, 7, 7, 9, 10 cm⁻⁻1. ഇതാണ് ആറിൻ്റെ വാല്യൂ. N1 എന്ന് പറയുമ്പോൾ ലൈമൺ സീരീസാണ്, N1 വരെ 1 ഇടുക. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ 3 ഇടുക, N2 വരെ 3 ഇടുക. ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, അല്ല വേറെ ഒന്നുമില്ല. ആ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലാംഡയാണ്. പിന്നീട് ലൈമൺ ബാൾമർ സീരീസ് എടുക്കുമ്പോൾ N1 വാല്യൂ 2 ആണ്. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ 1, 2 ആണ്ട് വരും, 4 ആയിരിക്കും. N2 വരെ 4. ലിമിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ് ലൈൻ ഇൻഫിനിറ്റി, ഇതിന് ഇൻഫിനിറ്റി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഈ ടൈം അങ്ങ് 0 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊടുത്താൽ. ലിമിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ലൈൻ. ഓക്കെ, ഇതാണ്. ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വരെ പഠിച്ചു. ഫോർമേഷൻ ലൈൻസ് വരെ നമ്മൾ പഠിച്ചു തീർത്തു. ഇനി നോക്കി 1-2 ടൈംസ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത്രയും എല്ലാവർക്കും ഇവിടെ കിട്ടിയല്ലോ, ആരും ഒന്നും മിണ്ടുന്നില്ല. അയന കിട്ടിയോ? ശരിയായി. എല്ലാവരും ഒന്ന് പറഞ്ഞ് ശരിയായോ എന്ന് പറഞ്ഞ് ഇത്രയും. അയന, അച്ചു ശരിയായി, അഖില ശരിയായി, ബോബി, രാജീവൻ സത്യമേ പറയാവൂ, അധ്യാപകർ സത്യമേ പറയാം. അധ്യാപകർ അച്ഛൻ, അമ്മ, അധ്യാപകർ ഇവർ 3 ബാക്കി ആരുടെ വേണമെങ്കിലും കള്ളം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും അധ്യാപകരടുത്തും അച്ഛനടുത്തും അമ്മയടുത്തും കള്ളം പറയരുത്. സത്യസന്ധമായി അവരോട് പെരുമാറുക. ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല എപ്പോഴായാലും. അതുകൊണ്ട് ഉമയായാലും അഭിജിത്തായാലും യാസീനായാലും എല്ലാവരും സത്യം പറയുന്നത് ഞാൻ കേട്ട് ക്ലിയർ ആയെന്ന് പറയുന്നു. സത്യമേവ ജയതേ, അതാണ്. ആ ജയതയിൽ ഇന്ത്യയിൽ മാത്രമല്ല അധ്യാപകർ ഉൾപ്പെടുന്നതാണ്. അധ്യാപകർ മാത്രമല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും, അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണം, യെസ് സാർ, ഐ നോ അബൌട്ട് ഓൾ ദീസ് പോയിന്റ്സ്. ഡിസ്കവറി, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, J.J. തോംസൺ മോഡൽ, ആറ്റം മോഡൽ, റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ് ആറ്റം മോഡൽ, ബോർ മോഡൽ ഓഫ് ദി ആറ്റം, ഡിഫെക്ട്സ് അല്ലേ, ഡിഫെക്ട്സ്, പിന്നെ E/M, ഡിറ്റർമിനേഷൻ E/M, ദെൻ ഫോർമേഷൻ ഓഫ് ലൈൻസ്. ഇത്രയും നിങ്ങളൊന്ന് ക്ലിയർ 2-3 പ്രാവശ്യം ഇട്ടൊന്ന് കേട്ട് ഒന്ന് മനസ്സിലാക്കി ഒന്ന് നോക്കിക്കേ. കെമിസ്ട്രി നിങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ നിങ്ങൾ പറയും, വിത്തൗട്ട് കെമിസ്ട്രി ഐ കാൺ ലീവ്. ഉറപ്പായിട്ട് പറയും.
ഇത് വേറെ സബ്ജക്റ്റുകാർ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുക. അപ്പോൾ ഓർക്കുക, അതേ അഭിജിത്ത് ക്ലിയർ ആയെന്ന് പറയുന്നു. ഒന്നും പറയാനില്ല, കള്ളം പറയില്ല, പറയരുത്, ഒരിക്കലും കള്ളം പറയും. പക്ഷേ രാഷ്ട്രീയക്കാരാകുമ്പോൾ കള്ളം പറയേണ്ടി വരും, കാരണം അവർ നിലനിൽപ്പാത്, അല്ലെങ്കിൽ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കള്ളം പറയേണ്ട, അധ്യാപകർക്ക് കള്ളം പറയണ്ട. ഇപ്പോൾ മോന് അഫ്സൽ ഷാജഹാൻ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ, ഇല്ല, ഇല്ലെങ്കിൽ പിന്നെ കള്ളം പറയരുത്. പക്ഷേ വേറെ ആരുടെ കള്ളം പറഞ്ഞാലും ഈ 3 പേർക്ക് കള്ളം പറയരുത്, അത്രയേ ഉള്ളൂ. എന്ത് വന്നാലും 3 പേർക്ക് അവർ നിങ്ങളെ സംരക്ഷിക്കുകയുള്ളൂ. കൂട്ടുകാരെ പോലെ, കൂട്ടുകാർ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കള്ളം പറയേണ്ടി വരും, കാരണം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയേണ്ടി വരും. പക്ഷേ എങ്കിലും ഈ 3 പേരെടുത്ത് അച്ഛൻ, അമ്മ, അധ്യാപകർ, ഈ 3 പേരെയും ഒരേ ത്രാസിൽ തന്നെ കൊണ്ടുപോകണം. നിങ്ങളുടെ ജീവിതാവസാനം ഒരേ ത്രാസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളൊരു അധ്യാപകനാകുമ്പം ഞാനീ പറഞ്ഞത് അന്ന് നിങ്ങൾ മനസ്സിലാക്കും, സാർ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അതേ അഫ്സൽ, കറക്റ്റായിട്ട് പറയുക, സത്യസന്ധമായിട്ട്. കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ അത് പഠിപ്പിച്ച അധ്യാപകർ ഇപ്പോഴും ഞാൻ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഫോണിൽ കൂടെ. അതുപോലെ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ കൂടെ മിക്കവാറും ഇന്ന് ഞങ്ങൾ എന്നെ കെമിസ്ട്രി ഇങ്ങനെ ആക്കി തന്ന ഒരു സാറുണ്ട്. ഒരു സാറല്ല, ഒന്നിലൊരു സാറുണ്ട്, എങ്കിലും ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ രീതിയിൽ ഒരു കാലത്തും ഈ 3 പേരെടുത്ത് എന്ത് വന്നാലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് വന്നാലും അവരെടുത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾ കൈവിടില്ല. അവരിതായിരിക്കും, അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യാവും. ഓക്കെ, എനിവേ നിങ്ങളൊന്ന് കള്ളം പറയുന്നില്ലല്ല, എനിക്കറിയാം അല്ലേ അഭിജിത്തെ? അത് ഓക്കെ സാർ, ഓക്കെ. അച്ഛൻ തന്നെ അല്ലേ, ദേവി എപ്പോഴും അതുപോലെ. അതാണ് ദേവിയുടെ കൈ ഒപ്പിയിരിക്കുന്നുണ്ടോ? അതെ, എല്ലാവർക്കും പറ്റത്തില്ല അത്. ഓക്കെ ശരി. അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഭാവിയിലൊക്കെയാണ് അതിൻ്റെ പ്രയോജനമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചുകൊണ്ടെന്ന് മാത്രമല്ല നമ്മുടെ നിലനിൽക്കില്ല. ഇത്രയെല്ലാം ഒരുപാടെല്ലാം ഇപ്പം എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്ന, അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടാ. ഒരുപാട് വിദ്യാഭ്യാസം ചെയ്ത് വന്നൊരു കക്ഷിയാണ്, എന്തെല്ലാം വൃത്തിയുടെ മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? നമ്മൾ സത്യമാണോ അല്ലയോ നമുക്കറിയത്തില്ല, എന്നാലും ഞങ്ങൾ പറയുകയാണ്. പക്ഷേ അതെന്തൊക്കെയോ അദ്ദേഹം ചെയ്തതിൻ്റെ പ്രവൃത്തിദോഷം കൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, ഇനിവേ നമുക്കടുത്തേക്ക് വരാം. നമുക്കിനി കുറച്ച് കാര്യങ്ങൾ, അതായത് അറ്റോമിക് നമ്പർ എന്താണെന്നറിയണം. അറ്റോമിക് നമ്പർ എന്നറിയണം. മാസ് നമ്പർ എന്താണെന്നറിയണം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ലെറ്റർ ഇസഡ് എന്നാണ്. അറ്റോമിക് നമ്പർ ഇസഡ് ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. വാട്ട് ഈസ് ഇൻ ബൈ അറ്റോമിക് നമ്പർ? വാട്ട് യു മീൻ ബൈ അറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് കാൾഡ് വാട്ട്? അറ്റോമിക് നമ്പർ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ, ദാറ്റ് ഈസ് കാൾഡ് വാട്ട്? മാസ് നമ്പർ. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ആകത്തുകയാണ്. ദാറ്റ് ഈസ് കാൾഡ് വാട്ട്? അതിന് റെപ്രസെൻ്റ് ലെറ്റർ എ ആണ്. അപ്പോൾ ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എ മൈനസ് ഇസഡ് ചേർത്താൽ മതി. നമ്പർ ഓഫ് ന്യൂട്രോൺ ഈക്വൽ ടു വാട്ട്? എ മൈനസ് ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇവിടെ ഇവിടെ ലെറ്റർ നമ്മൾ ജി എന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെ എയും, ഇവിടെ അറ്റോമിക് നമ്പർ, ഇവിടെ ഇസഡുമാണ്. അറ്റോമിക് നമ്പർ ഇവിടെ എഴുതും, മാസ് നമ്പർ ഇവിടെ എഴുതും. മാസ് നമ്പർ ടോട്ടൽ നമ്പർ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ എ മൈനസ് ഇസഡ്, ഇസഡ് മൈനസ് എ. ഇതല്ല അറ്റോമിക് നമ്പർ. മാസ് നമ്പറാണ് എ, ഇതാണ് കാണിക്കുന്നത് എ മൈനസ് ഇസഡ്. ഇത് അറ്റോമിക് നമ്പർ, ഇത് മാസ് നമ്പർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർബൺ 614 എന്നിരിക്കട്ടെ. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 6 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചാൽ അതും 6 ആണ്. അതായത് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ഈ 14 - 6 ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് 8. നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, സാർ O2- എത്ര പ്രോട്ടോൺ, എത്ര ഇലക്ട്രോൺ, എത്ര ന്യൂട്രോൺ എന്ന് വിളിക്കണം?
O2 മൈനസ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. O2 മൈനസ് എഴുതിയിട്ട് ഇത് 8, ഇത് 17 ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പം പ്രോട്ടോൺ എന്തായാലും എഴുതാം. പ്രോട്ടോൺ എന്തായാലും 8ആണ്. ഇനി ന്യൂട്രോൺ എന്തായാലും എഴുതാം. ഇതേ മൈനസ് ഇത്, ദാറ്റ് ഇസ് 9 ആണ്. ഇങ്ങോട്ടും 17. അപ്പോൾ ഇലക്ട്രോണോ ആണ് ചാർജ് ഗുണം 2 ഇലക്ട്രോണെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടണം 10. ഇലക്ട്രോണിൻ്റെ എണ്ണം 10. അങ്ങനെ പിടിക്കാം. ഓക്കെ, ഇതാണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ നോക്കണം. ഇത്രയും മനസ്സിലാക്കുക. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ, ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ, ജെ തോംസൺ ആറ്റം മോഡൽ, ദെൻ റൂദർഫോർഡ് മോഡൽ, റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ് ആറ്റം മോഡൽ, ബോർ മോഡൽ ഓഫ് ദി ആറ്റം, അതിൻ്റെ ഡിഫക്റ്റ്, E/M റേഷ്യോ, ഡിറ്റർമിനേഷൻ E/M റേഷ്യോ, ദെൻ ഫോർമേഷൻ ഓഫ് ലൈൻസ്, ദെൻ ലൈൻസ് ഏതൊക്കെയാണ്? ലൈമൺ, ബാൾമർ, പാസൺ, ബ്രാക്കറ്റ് സീരീസ്, ദെൻ ഫണ്ട് സീരീസ്, ദെൻ അറ്റോമിക് നമ്പർ, ദെൻ മാസ് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് നമുക്ക് പറയാൻ. അടുത്ത ദിവസം തൊട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയണം ഇവിടം വരെ തീർന്നെന്ന്. അടുത്ത ദിവസം വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അടുത്ത പറയേണ്ടത് പിന്നെ നമുക്ക് അടുത്ത ദിവസം ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ, ഐസോ ഇലക്ട്രോണിക്സ്, ഇതാണ് നമുക്ക് അടുത്ത ദിവസം പറയേണ്ടത്. ഐസോ ചേർത്തെല്ലാം പറയണം. ഇത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ പോയി ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കണം. ഒരു മാറ്റവും വരുത്തരുത്. സത്യസന്ധമായിട്ട് നിൽക്കണം. പഠിക്കുന്ന കാര്യം ക്ലിയറായിട്ട് പഠിക്കുക. ക്ലിയറായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പഠിക്കാതിരിക്കുക. പഠിക്കുന്ന കാര്യം ക്ലിയറായിട്ട് പഠിക്കുക. പഠിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഒരു സംശയമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട് തീർത്തുതരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും സംശയങ്ങൾ തീർത്ത് തന്നിരിക്കും.